ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗ്രാമ്പു ഒന്ന് തിളപ്പിക്കാൻ വെക്കാനായിട്ട്. ഞാൻ ഗ്രാമ്പൂന്റെ വെള്ളം കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വട്ടം നന്നായി തിളച്ചതാണ്. അപ്പോൾ ഞാനിത് ഒന്നും കൂടി തിളപ്പിക്കാനായിട്ട് തിളപ്പിക്കും തോറും ഇതിന്റെ ആ ഫ്ലേവർ നന്നായി ഇതിൽ ലയിച്ചിറങ്ങും, നല്ല സ്മെല്ലും വരുത്താം. ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഗ്രാമ്പു കൊണ്ടും ഗ്രാമ്പു തിളപ്പിച്ച വെള്ളം കൊണ്ടൊക്കെ ധാരാളം ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറമേയുള്ള ഗുണങ്ങളും ഉള്ളിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വെള്ളം ഫസ്റ്റിൽ നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിനായി ഇതാ കുറച്ച് ഞാൻ ഈ ഒരു തെളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ടിഷ്യൂ കയ്യിലുണ്ടെങ്കിൽ ടിഷ്യൂ ഇടാം, അല്ലെങ്കിൽ ഒരു കഷ്ണം ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഷൂവിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ സ്കൂൾ കൂട്ടുന്ന സമയത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. അപ്പൊ നമുക്ക് എടുക്കാത്ത ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഷൂ ആണെങ്കിൽ, ഏത് ഷൂ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഷൂ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനായി ഞാൻ കുറച്ച് കടലാസ് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. ടിഷ്യൂ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് അതിൽ ജസ്റ്റ് ഒന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ച് കൊടുത്ത ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു ഷൂവിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ടിഷ്യൂ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു കോട്ടന്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഷൂവിന്റെ ഉള്ളിൽ കയറുന്ന പ്രാണികള്, അതുപോലെ പാറ്റകള്, കൂറ, ഇതൊന്നും ഇതിനുള്ളിൽ കയറൂല കേട്ടോ. ഈ ഒരു സ്മെല്ല് ഉണ്ടെങ്കിൽ മാത്രവുമല്ല, ഷൂ എപ്പോൾ എടുത്താലും ഒരു പൂപ്പലിന്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ലൊരു സ്മെല്ല് ഉണ്ടാവും, നല്ലൊരു പട്ടയുടെ ഒക്കെ ഒരു സ്മെല്ല് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സിലൊക്കെ നല്ലൊരു സ്മെല്ല് ഉണ്ടാകാനും നമുക്കിത് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് കംഫർട്ടിന്റെ ഒക്കെ ഒരു അതുപോലെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. കംഫർട്ട് ഇല്ലാത്ത സമയത്ത് ഇതുപോലെ നന്നായി പതപ്പിച്ചെടുത്ത വെള്ളം ഈ ഒരു കളർ വന്നത് നമുക്ക് നമ്മൾ തുണിയൊക്കെ അലക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മെഷീനിലൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കംഫർട്ട് വയ്ക്കുന്ന ആ സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് ആ തുണിയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ ഗ്രാമ്പൂവിന്റെ ഒക്കെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യുക. അപ്പൊ നമ്മുടെ ഡ്രസ്സിലൊക്കെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഈ ഒരു ഇത് ഒഴിച്ചു കൊടുക്കുക, ഈ ഒരു എസൻസ് പോലുള്ളത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഷാമ്പു കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ വീട്ടിന്റെ അകത്തൊക്കെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ. കുറച്ച് ഷാമ്പൂയിൽ ഈ ഒരു വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഉപകാരപ്പെടും കേട്ടോ.